കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എ കെ ബാലൻ ചർച്ചയിലുണ്ട്. നമുക്കറിയാം CPM-ൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ അവരുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, അങ്ങനെ വന്നാൽ മാറാടുകൾ ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതേറെ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ജമാഅത്ത് തന്നെ നിയമ നടപടിക്ക് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കളും ശക്തമായ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഈ എ കെ ബാലൻ്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. CPM-നോ LDF-നോ അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്നിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസ് കൂടിയിട്ട് എ കെ ബാലനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം സംഘടനകളെ അല്ലെ ജമാഅത്ത് പോലുള്ള സംഘടനകളെയും RSS-നെയും ഒരേപോലെയല്ല CPM കാണുന്നതെന്ന് കൂടിയിട്ട് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ആദ്യം. പ്രമോദ് സാർ, നേൻ കൃഷ്ണദാസ് പറഞ്ഞ കാര്യം അദ്ദേഹം EMS-നെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഇവിടെ നിരവധി മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർഗീയ സംഘടനകൾ ആര് തന്നെ പ്രവർത്തിച്ചാൽ തന്നെ ഇതിനെ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രമാക്കാൻ സാധിക്കില്ല. അതേസമയം സംഘപരിവാറിൻ്റെയോ RSS സംഘടനകളോ വിചാരിച്ചാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറും എന്ന് തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്നത് CPM-നുള്ളിൽ തന്നെ ഉള്ള ചിലരോട് കൂടി തന്നെയല്ലേ ശരിക്കും? ഉറപ്പായിട്ടും അതെ. അത് ഞാനും ശ്രദ്ധിച്ചു. അത് ആ വാക്കുകളെ, NN കൃഷ്ണദാസിൻ്റെ വാക്കുകൾ സമീപകാലത്ത് എനിക്ക് തോന്നിയത് ഒരു ഇടതുപക്ഷ നേതാവ് സംസാരിക്കേണ്ട സ്വരത്തിൽ സംസാരിച്ച ഒരാളായിട്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തോന്നി. ഞാൻ മുഴുവൻ നമ്മളോട് സംസാരിച്ചതാണല്ലോ, ഒരുപാട് നേരമുണ്ട്, ഞാൻ മുഴുവൻ കേൾക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രശ്നം സികേഷ്, ശരിക്കും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരെ പിന്നെ ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നല്ല വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നതിന് പിന്നാലെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു നാട്ടക്കുറി മുൻനിർത്തി മുസ്ലിം വർഗീയതയെ ആക്രമിക്കുക അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ ആക്രമിക്കുക എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ശക്തമായി വരുന്നത്. അതുവരെയും അല്ലെങ്കിൽ അതിനു മുമ്പ് വരെയൊക്കെ RSS-നെതിരെ സംഘപരിവാറിനെതിരെ സംസാരിക്കുക എന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന നേതാക്കളൊക്കെ പിന്നീട് മാറുകയാണ്. അപ്പോൾ പൊടുന്നതിന് ഈ മാറ്റം ഉണ്ടാവുന്നതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർത്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് വലിയ കാര്യമായ നേട്ടം ഉണ്ടാകുന്നില്ല എങ്കിൽ തിരിച്ച് അത് പ്രയോഗിച്ച് നോക്കാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ആരെ ആക്രമിക്കണം എന്നൊരു ചോദ്യം വരുന്നു. ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളായിട്ട് ആരെ ആക്രമിക്കണം എന്ന ആലോചന വരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് വളരെ നിസ്സാരമായി ഒന്നും തന്നെ പഠിക്കാതെ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും തീരുമാനിക്കുന്നു എന്നാണ്. കാരണം വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കുക എന്ന് പറയുന്നത് ഏറെ നാൾ ഇവരുടെ ഒപ്പം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ CPM തന്നെ CPM-ൻ്റെ കൂടെ ദീർഘകാലം ഉണ്ടായിരുന്നു. 10-30 വർഷത്തോളം CPM-നാണ് അവർ പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞു, ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയത്. ആ സന്ദർഭങ്ങളിലൊന്നും തന്നെ അവരുടെ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കാനോ അവരുടെ സംഘടനാ സംവിധാനം മനസ്സിലാക്കാനോ അവരുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാനോ CPM ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് അതിന് ശേഷമുള്ള കാലത്തും. ഇപ്പോൾ അവരെ കുറ്റം പറയണമെങ്കിൽ എന്തായിരിക്കണം അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നൊരു ഗൃഹപാഠവും CPM ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അടിക്കടി തുടക്കം മുതൽ ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ആദ്യം മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അതിൻ്റെ പേര് തന്നെ ജമാഅത്തെ ഇസ്ലാം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോട്ടെ, ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് കഴിഞ്ഞിങ്ങോട്ട് ഓരോ തവണയും ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ഏത് തരത്തിലുള്ള വർഗീയ പ്രീണനമാണ് അല്ലെങ്കിൽ വർഗീയതയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയാം. ഒരൊറ്റ പ്രസ്താവന ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഇല്ല, ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഇവർക്കാർക്കും കഴിയില്ല. ഇവരുടനെ എങ്ങോട്ട് പോകും? ബംഗ്ലാദേശിലേക്ക് പോകും, പാകിസ്ഥാനിലേക്ക് പോകും, അല്ലെങ്കിൽ ടർക്കിയിലേക്ക് പോകും, മുസ്ലിം ബ്രദർഹുഡിന് പറയും. ഇതാണ് അവരുടെ രീതി. അല്ലാതെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 1947 ശേഷം 48 മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അതെങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ അവിഭക്ത ജമാഅത്തെ ഇസ്ലാമി മാറി പലതായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പരിപാടിയാണെന്നേ. അപ്പോൾ അത് മനസ്സിലാക്കി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കോണ്ടെക്സ്റ്റിൽ ഇവരെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. ഇപ്പോൾ മാറാടുകൾ ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണോ, മാറാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. ഇതേ എ കെ ബാലന് പറയേണ്ടി വരും. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല, അറിയാലോ.
അപ്പോൾ അത് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോലും ഇതിനെക്കുറിച്ച് ബോധവും വകതിരിവും ഇല്ലാതെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആകെ കോമൺ ആയിട്ട് എല്ലാവരും ഏറ്റുപിടിക്കുന്ന ഒരു സാധനമുണ്ട്, മതരാഷ്ട്രവാദമെന്ന്. എന്നാൽ മതരാഷ്ട്രവാദം എന്താണ്? ഇപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ന് എഴുതിയിരിക്കുന്ന ലേഖനമുണ്ട് മാധ്യമത്തിൽ. മതരാഷ്ട്രവാദം എന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മതരാഷ്ട്രവാദം എന്ന് ഈ പൗരോഹിത്യത്തിൻ്റെ പിന്നെ ഒരു മധ്യസ്ഥതയിൽ നടക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു ഭരണകൂട സ്വഭാവം നൽകിക്കൊണ്ടുള്ള ഒരു മധ്യസ്ഥതയോടുകൂടിയ ഒരു സംഗതി, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇസ്ലാം എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയിൽ സ്ഥാപിക്കാൻ കഴിയുക? അങ്ങനെയൊന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന തിയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട. അതിനോട് വിയോജിക്കാം ഓരോരുത്തർക്കും. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. മതപരമായ ഇത്തരം മൂല്യങ്ങളെയാണോ നമ്മൾ ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ കൂടുതൽ കാണേണ്ടത്, അതോ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളെയാണോ കൂടുതൽ കാണേണ്ടത്, പൊളിറ്റിക്കൽ ആവണോ, റിലീജിയസ് ആവണോ? ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കാം. പക്ഷേ ഇത് മനസ്സിലാക്കണ്ടേ, ഇത് പഠിക്കണ്ടേ? ഇവരോടുള്ള ഏക അഭ്യർത്ഥന ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ഇവരൊന്ന് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പിന്നെ സത്യത്തിൽ പറയാൻ തോന്നുന്നത്. ഇപ്പം ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ദീർഘമായ വാർത്താ സമ്മേളനം നടത്തി. അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. CPM-ഉം ഇല്ലാതാവണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ഇവരെല്ലാവരും ചേർന്ന് CPM-ഉം കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ മറ്റ് ജനാധിപത്യ പാർട്ടികളെല്ലാം ചേർന്ന് ഇപ്പോൾ ഇന്ത്യ ദേശീയ തലത്തിൽ നമ്മൾ കാണുന്ന ഇന്ത്യ മുന്നണിയെപ്പോലൊരു അതിൻ്റെ ഒരു പ്രതിരൂപം, അതിൻ്റെ ഒരു റിപ്ലിക്ക കേരളത്തിൽ കൂടി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട് സികേഷ്, എന്ത് ന്യൂനപക്ഷ വർഗീയതയാണത്? അതിനെ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയാമോ? ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വന്തം മതത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി മാത്രമായി പ്രവർത്തിക്കുക എന്നാണ്. ഇവിടെ അതാണോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഈ കൂട്ടായ്മയെക്കുറിച്ചാണ്. ഫാഷിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന വലിയ സങ്കല്പം നമ്മുടെ മുന്നിലുള്ളൂ. ആ വലിയ സങ്കല്പത്തിൻ്റെ, ഫാഷിസത്തിനെതിരായ ഐക്യമുന്നണി സങ്കല്പത്തിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അതാണല്ലോ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ ഇന്ത്യ മുന്നണി എന്നതിലൂടെയും മറ്റുമൊക്കെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിൽക്കാനാണ്, അതിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നതാണ്. ഇപ്പോഴും BJP-യെ തോൽപ്പിക്കണമെങ്കിൽ ലെഫ്റ്റാണ് കുറേ കൂടി കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മുന്നണി ഒരു മണ്ഡലത്തിൽ എങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് ഇന്നലെ പറഞ്ഞു. എപ്പോഴെങ്കിലും പറഞ്ഞതല്ല, ഇന്നലെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ. അത് മുഖവിലക്കെടുക്കാൻ ഇവർ തയ്യാറുണ്ടോ? അല്ലോ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമോ ഇപ്പോൾ? അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാലനെ തള്ളി, ബാലൻ ആ പറഞ്ഞത് കുറച്ച് കടന്നുപോയി, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറയില്ല എന്നതാണ്. ഇപ്പോൾ നേതാക്കളെല്ലാവരും അത് പറയുന്നുണ്ട്. ഗോവിന്ദ മാഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാർട്ടി പറയേണ്ടത് പാർട്ടിയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. അതായത് പാർട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ സെക്രട്ടറി എന്ന നിലയിൽ കൂടിയായിരിക്കും ഞാനാണ് പറയേണ്ടതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്രയും പറഞ്ഞിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ശരി, ബാലൻ്റെ ഈ പറയുന്ന പ്രയോഗം ഇപ്പം ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ആ പ്രയോഗം മാറ്റി നിർത്തിയ എല്ലാം ഓക്കെ ആയോ? ഇല്ല. അതാണ് നമ്മൾ കാണേണ്ടത്. അത് തള്ളിക്കളഞ്ഞതുകൊണ്ട് എല്ലാം ഓക്കെ ആയിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആദ്യമേ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇസ്ലാമിക വിരുദ്ധമായി മാറുക, ഇസ്ലാമോഫോബിക്കായി മാറിക്കൊണ്ടിരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇനി CPM-ന് കഴിയില്ല. അതാണ് എൻ്റെ പ്രശ്നം. CPM ഇത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, CPM അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ കൾച്ചറൽ സ്ഫിയറിൽ നടക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കൾച്ചറൽ സ്ഫിയറിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അത് ഇമ്മീഡിയറ്റായിട്ട് ആളുകളുടെ ചിന്താഗതിയിലേക്ക് അങ്ങനെ വ്യാപരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. CPM ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം വർഗീയതയുടെ, ന്യൂനപക്ഷ വർഗീയതയുടെ പ്രതിനിധി എന്ന് പറയുന്നതോട്, കാരണം കേരളത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇടതുപക്ഷ മനസ്സുള്ള സംസ്ഥാനമാണ് കേരളം പൊതുവിൽ. അതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും ചെറിയൊരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു നാടാണ് അല്ലേ? അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നതോടുകൂടി CPM അങ്ങനെ ഒരു നെറേറ്റീവ് മുന്നോട്ട് വയ്ക്കുന്നതോടുകൂടി സാധാരണയിൽ കവിഞ്ഞ നിലയിൽ അത് നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ഇടപെടലുകളിലും ഒക്കെ അതൊരു ഫോർമുലയായി അല്ലെങ്കിൽ അതൊരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ
അവിടെയാണ് നമ്മൾ ഈ CPM എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും അധികം വിമർശിക്കേണ്ടിയൊക്കെ വരുന്നത്. കാരണം നാടിൻ്റെ ഒരു സംഗതിയായി അത് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വലിയ അതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇപ്പോൾ ഇസ്ലാമിക വിരുദ്ധമായ ഒരു അന്തരീക്ഷം, എന്താ പറയുക, ഒരു ഇക്കോ സിസ്റ്റം രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം സംഗതികൾക്കൊക്കെ വലിയ പങ്കുണ്ടെന്ന് വരുന്നു. അത് AK ബാലൻ അദ്ദേഹത്തിന് അബദ്ധത്തിലാണോ അല്ലെങ്കിലോ അദ്ദേഹം ഒന്ന് കടത്തി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനെ തള്ളി പറഞ്ഞാൽ തീരുന്നതല്ല. അത് ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ പൂജിക്കണം, ന്യായീകരിക്കണം, അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമില്ല. പക്ഷെ നിങ്ങൾ കുറഞ്ഞ പക്ഷെ അത് പഠിച്ചിട്ട് എന്താണത്, അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കൂ. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ RSSൻ്റെ മറുവശമാണ്, അതിൻ്റെ കണ്ണാടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് RSSനെ ന്യായീകരിക്കുകയാണ്, അല്ലെ RSSനെ ലളിതവൽക്കരിക്കുകയാണ്. അവർ ഇത്രയേ ഉള്ളൂ, ഇവരെ പോലെ തന്നെ അവരും ഉള്ളൂ എന്ന് പറയാതെ പറയുകയാണ് എന്നുള്ള ഒരു വലിയ ചരിത്രപരമായ ഒരു തെറ്റവർ ചെയ്യുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിഷാദ്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയം, അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രി അടക്കം അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായി. പക്ഷേ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു തിരുത്ത് LDF കൺവീനറാകട്ടെ ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് നടത്തുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ CPMനെ ഇടതുപക്ഷത്തിനെ ആക്രമിക്കുന്നത് നിർത്തൂ, അതിനുശേഷമാണെങ്കിൽ നമുക്ക് ചർച്ചകൾ നോക്കാമെന്നുള്ളത്. ഈ സമീപകാലത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും നോക്കിയാലും CPMൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയിട്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ ഈ വിമർശനങ്ങളെ CPM ഉൾക്കൊണ്ടോ ബാലനെതിരെയോ? എന്ന് വെച്ചാൽ അതിനിപ്പോൾ ഒരു പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ടൂൾ അവർ അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പരിധിവിട്ട വർത്തമാനം എന്ന് പറയുന്നത് പരിധിവിട്ടതായി പോയി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, സിക്കേഷ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPIM, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ജനങ്ങൾക്കുണ്ട്, അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ SFIയിലൂടെ വന്ന് പാർട്ടിക്കാരായിപ്പോയ ആളുകൾ, പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചവർ, പാർട്ടി കുടുംബത്തിൽ ജനിച്ചവർ, അച്ഛൻ പാർട്ടി ആയതുകൊണ്ട് പാർട്ടിയായവർ, ഇതൊക്കെ കഴിഞ്ഞാലും ഒരു വലിയ നിര ബാക്കിയുണ്ട്. CPIMൻ്റെയും CPIയുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാർ. മറ്റവരല്ലോ അതിൻ്റെ ബലം എന്ന് പറയുന്നത്, അതിൻ്റെ നടത്തിപ്പുകാരാണ്. പക്ഷെ അതിൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എന്ന് പറയുന്ന സംഗതി ഇടതുപക്ഷത്തിൻ്റെ ആശയത്താൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുകയും ആ ഇടതുപക്ഷത്തെ മനസ്സിലാക്കി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തവരാണ്. പരമ്പരാഗതമായ ഇടതുപക്ഷ രാഷ്ട്രീയം കിട്ടിയവരല്ല. ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പ്രായമായപ്പോൾ ഇടതുപക്ഷം കൊള്ളാം, ഇടതുപക്ഷം നമ്മുടെ കേരളത്തെ സംരക്ഷിക്കും, ഇടതുപക്ഷം ഇന്ത്യയിൽ ഒരു ബദൽ ശക്തിയായിട്ട് നിലകൊള്ളും എന്ന് വിചാരിച്ചതിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യരാണ് ഈ രാജ്യത്ത് കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ സിമ്പതൈസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ലെഫ്റ്റ് എടുക്കുന്ന ഈ പരിപാടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവർ ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്നത് അച്ഛൻ പാർട്ടിയായി പോയത് കൊണ്ടല്ല, അവർ ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്നത് പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു പോയത് കൊണ്ടല്ല, അവർ ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്നത് SFIയിലൂടെ വന്നുപോയി ഇനി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുകൊണ്ടല്ല. ഇടതുപക്ഷം അതിൻ്റെ മൗലിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന്, അത് ഈ നാടിനെ രക്ഷിക്കുമെന്ന്, അതൊരു ജനപക്ഷ ബദൽ മുന്നോട്ട് വെക്കുമെന്ന്, അത് സാമുദായിക സഹവർത്തിത്വത്തെ പരിപോഷിപ്പിക്കുമെന്ന് വിശ്വസിച്ച് അതിനെ പിന്തുണച്ച മനുഷ്യരാണ്. അവർക്കല്ലാതെ വേറെ ഒരു ബന്ധവും വേറെ ഒരു കോൺട്രാക്റ്റും ഈ പാർട്ടിയായിട്ടില്ല. ഈ പാർട്ടിയുടെ സർക്കാരിൽ അവർക്ക് പ്രാതിനിധ്യമില്ല, ഈ സർക്കാർ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആനുകൂല്യം കൊടുക്കുന്നില്ല. അവർ സാധാരണ ജനമാണ്. പക്ഷേ അവർ ലെഫ്റ്റിനെ വിശ്വസിക്കുന്നതിന് കാരണം ആശയപരമായ ബന്ധമാണ്. ആ ആശയപരമായ ബന്ധത്തെ ലെഫ്റ്റ് മുറിക്കാൻ നിന്നാൽ അവർ മുറിയും. ആ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനസ്സിലാക്കി തുടങ്ങുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ശുഭവിശ്വാസം അതാണ്. കാരണം അത് നമ്മളിപ്പോൾ ഉള്ള പ്രതികരണങ്ങളിൽ കാണുന്നുണ്ട്. പരിധി വിട്ടിട്ടാണ് പോകുന്നത്. CPIMന് CPIM ആയിട്ടേ നിൽക്കാൻ കഴിയുമോ, അതിനപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾ CPIM അല്ല എന്ന് അതിനകത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും പുറത്ത് നിൽക്കുന്ന അതിൻ്റെ അനുഭാവി വൃന്ദവും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ CPIM ആണ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കേവലം ഒരു കക്ഷി മാത്രമായി പോകുന്നു. ഇന്ത്യയിലെ ഏത് പണിയും പണിയാവുന്ന, ഏത് പയറ്റാവുന്ന, ഏത് വഴികളിലൂടെയും തെറ്റി സഞ്ചരിക്കാവുന്ന ഒരു കേവലമായ പാർട്ടിയായി നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന പേരിൽ ഇവിടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ AK ബാലൻ പറഞ്ഞ വർത്തമാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും വിചാരിക്കുന്നു. അതിൻ്റെ ആ എക്കോസിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർ, അതിൻ്റെ പോയിന്റ്, പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വിടാം. ആ എക്കോസിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നു CPIMൻ്റെ ഒരു നേതാവ് പറയാൻ പാടില്ലാത്ത വർഗീയ വർത്തമാനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് ബാലൻ ന്യായീകരിക്കാൻ വരാത്തത്. അതുകൊണ്ടാണ് LDF കൺവീനറും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതിനെ തള്ളി പറയുന്നത്. അതുകൊണ്ടാണ് പാലക്കാട്ടെ CPIM നേതാവ് അതിനെ കുറച്ചുകൂടി സൈദ്ധാന്തികമായി വിശദീകരിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾ പോകുന്നത് ആത്യന്തികമായ രാഷ്ട്രീയത്തിൻ്റെ കുറ്റിപറിച്ചിലാണ് പോകുന്നത് എന്ന വിഷമം അവർക്കുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ പാർട്ടി ആലോചിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളെ മാത്രം തിരഞ്ഞുപിടിച്ച് തിരുത്തി അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ
ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഒരു ആക്രമണം നടത്തി ഇപ്പുറത്തൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കി വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന നിർദ്ദേശം പാർട്ടി മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് വസ്തുതയാണ്. അതുകൊണ്ട് ഓരോരോ നേതാക്കൾ അവരവരുടെ പരിധിക്കും പരിജ്ഞാനത്തിനും അവരുടെ വിവേകത്തിനും അനുസരിച്ച് ആ ടൂളിനെ പലതരത്തിൽ പുറത്തേക്ക് വിടുന്നതാണ് കാണുന്നത്. AK ബാലൻ അദ്ദേഹത്തിന് കഴിയുന്നത്ര വൃത്തിക്ക്, എന്ന് വെച്ചാൽ പാർട്ടിക്ക് ഞാനെന്തോ ഒരു മഹാ ഉപകാരം ചെയ്യുകയാണ് എന്ന മട്ടിൽ അദ്ദേഹം പറയുകയാണ്. ഇതാ വായി വരുന്നതൊക്കെ പറയാണ്. വെള്ളാപ്പള്ളിയും BJP നേതാക്കളും ഒക്കെ പറയുന്ന പോലെ ഇനി വന്നാൽ പല മാറാടുകൾ ആവർത്തിക്കും. CPIM അത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ ഒരിക്കലും ഒരു പാർട്ടിയും, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ, അങ്ങനെ മാറാട് കലാപത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യധാരാ പാർട്ടികൾ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ ബാലൻ കോമ്രേഡിനെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം എപ്പോഴും പാർട്ടി നേതൃത്വത്തോടുള്ള തൻ്റെ അനുഭാവവും വിധേയത്വവും ഇങ്ങനെ പരിധി കവിഞ്ഞ് തെളിയിക്കാൻ പ്രയാസപ്പെടുന്ന കാണാറുണ്ട്. എന്നുവെച്ചാൽ പിണറായി വിജയനോട് പ്രത്യേകിച്ചും. പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി ഒരു കേസിൽപ്പെട്ട് കുടുങ്ങിയപ്പോൾ വീണയെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ടായിരുന്ന പ്രധാന CPMൻ്റെ സംസ്ഥാന നേതാവ് അദ്ദേഹമായിരുന്നു. പാർട്ടി മെമ്പറായിട്ടുള്ളവരല്ല വീണ തൈക്കണ്ടി. വീണ തൈക്കണ്ടി നടത്തുന്ന ബിസിനസ് ഇടപാടുകളെ സംരക്ഷിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം CPMനില്ല. എന്നിരിക്കെ അദ്ദേഹം പാർട്ടിക്ക് എന്തോ കുഴപ്പം പറ്റിയിരിക്കുന്ന മട്ടിൽ ഇറങ്ങിത്തിരിച്ച് പരമാവധി ന്യായീകരിച്ച പ്രധാന നേതാവ് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ നേതൃത്വമുള്ള അനുഭാവം, പാർട്ടിയോടുള്ളതിൻ്റെ അനുഭാവം പരമാവധിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും അതിപ്പോൾ വഷളാവുന്നതാണ് ഈ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു CPMന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കവിഞ്ഞു പോകുന്നുണ്ട് എന്ന് മനസ്സിലാവുന്ന ഒന്ന്. രണ്ട്, ജനം CPMനെ ലെഫ്റ്റായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അത് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ റൈറ്റിൽ വേറെ ഓപ്ഷനുണ്ട്, പ്രോ ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റ് വേർഷൻ അല്ല, പ്രോ ഓപ്ഷൻസ് റൈറ്റിലുണ്ട്. ജനം അതാണ് എടുക്കാൻ പോവുക. എന്ന് മാത്രമല്ല, ഈ കളി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നൊരു പക്ഷേ ഉണ്ടാവാം. എന്ന് വെച്ചാൽ CPM ഇപ്പോൾ നാളെ മുതൽ തിരുത്തുവന്നോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സംഗതി അവസാനിപ്പിക്കുന്നോ എനിക്ക് തോന്നുന്നില്ല. അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഐ ഡോണ്ട് നോ അവരുടെ ഒരു പ്ലാൻ എന്താണെന്ന് പിടികിട്ടുന്നതില്ല. കാരണം നമ്മൾ ഇന്നലെയും പറഞ്ഞല്ലോ, റിസൾട്ട് ഇല്ലാത്ത ഒരു പ്രോജക്റ്റായിട്ട് എന്തിനാണ് അവർ മുന്നോട്ട് പോകുന്നത്? അവർ നിലമ്പൂരിൽ പറഞ്ഞു, പാലക്കാട് പറഞ്ഞു, തദ്ദേശത്തിൽ പറഞ്ഞു, ലോക്സഭയിൽ പറഞ്ഞു, ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇമ്പാക്റ്റ് ഇല്ലാത്ത, റിസൾട്ട് ഇല്ലാത്ത ഒരു പ്രോജക്റ്റും ഒരു സ്ലോഗനും ഒരു അജണ്ടയുമായിട്ട് എന്തിനാണ് പോകുന്നതെന്നുള്ള ആശയക്കുഴപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. അത് വിശദീകരിക്കാൻ CPMന് പറ്റണം. വീണ്ടും ഞാൻ പറഞ്ഞത്, CPMന് പ്രശ്നങ്ങളുണ്ട്. CPMൻ്റെ പ്രശ്നം മുസ്ലിം മൈനോറിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോയി എന്ന് ആ പാർട്ടി മനസ്സിലാക്കിയിട്ട് ഇപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ആണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം മൈനോറിറ്റിയിൽ പ്രശ്നമുണ്ടായി? നേരത്തെ പ്രമോദ് സാർ പറഞ്ഞ പോലെ മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം വളരെ സജീവമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം അവർ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിൽ അവർ ഉറ്റുനോക്കുന്ന, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനവും ഐഡിയോളജിയുമാണ് ലെഫ്റ്റിൻ്റേത്. ഇന്ന് നോക്കൂ, പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തും. 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. അത് ആദ്യം സംസാരിക്കുന്നത് വെനസ്വേലയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടലിനെ കുറിച്ചാണ്. നമ്മൾ ഏതൊക്കെ നിരക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അതിൻ്റെ ആഗോള നയങ്ങളെയും പരിഹസിക്കുന്നവരുണ്ടാവും. പക്ഷേ ഉമർ ഖാലിദിൻ്റെ പ്രശ്നത്തിൽ സംസാരിച്ചവരെ ഒരു പാർട്ടി, അല്ലെങ്കിൽ വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്ന ഇൻവേഷനെ കുറിച്ച് സംസാരിക്കാൻ ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുകയാണ് കേരളത്തിലെ. വേറെ ഏതെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ സംസാരിക്കുന്ന നമ്മൾ കേട്ടോ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ പരാമർശം വെനസ്വേലയെക്കുറിച്ചാണ്. അപ്പോൾ ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാന നയരേഖയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പീഡിതരായിട്ടുള്ള, ബാക്ക്വേഡ് ആയിട്ടുള്ള, ന്യൂനപക്ഷമായിട്ടുള്ള മനുഷ്യന്മാർക്ക് പ്രത്യാശ അർപ്പിക്കാൻ കഴിയുന്നതാണ് സുനിശ്ചിതം. അതതിൻ്റെ ശരിയായ വഴിയിലാണ് പോവുകയും നിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ. അതുകൊണ്ട് ഇന്ത്യൻ മൈനോറിറ്റിക്ക്, മുസ്ലിങ്ങൾക്ക് ആശയർപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. അപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരിക്കലും അടുക്കാൻ കഴിയാത്ത അകലവുമില്ല. അപ്പോൾ ആ അകലം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂ എന്തെങ്കിലും കൊണ്ടാണോ? നമ്മൾ ഈ പോലീസിനെ RSSൻ്റെ ആലയിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണോ? ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ ഞങ്ങളുടെ പോലീസ് RSSലാണ്, ഞങ്ങളുടെ നയങ്ങൾ പലതും കുഴപ്പത്തിലാണ്, അതുകൊണ്ട് തന്നെ മൈനോറിറ്റി പോയിരിക്കുന്നു, മൈനോറിറ്റി പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്ന നിർബന്ധ ബുദ്ധി എവിടെ നിന്ന് വന്നാണ്? അങ്ങനെ സെറ്റിൽ ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ആശയം? അവരെന്തോ ഒരു കാലത്ത് നന്നാവാത്ത കുഴപ്പക്കാരായതുകൊണ്ടാണോ ലെഫ്റ്റുമായിട്ട് തെറ്റിയത്? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അകലം ഉണ്ടായത്, മുസ്ലിം സംഘടനകളുമായി അകലം ഉണ്ടായത് എങ്ങനെയാണ്? അകലം പരിഹരിക്കാൻ ഈ ഭരണപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം മതിയായിരുന്നു. അത് ഞങ്ങൾ പരിഹരിക്കില്ല, ഞങ്ങൾ MR അജിത് കുമാർമാരെ തൊടില്ല, ഞങ്ങൾ പൂരം കലക്കിയവരെ കണ്ടെത്തില്ല, ഞങ്ങൾ ഹെയ്റ്റ് ട്യൂബേഴ്സിനെ തൊടില്ല എന്ന നയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചാൽ തീരാവുന്ന ഒരു സിമ്പിൾ ആക്ഷനിലൂടെ, ഒരു സില്ലി ആക്ഷനിലൂടെ തീർക്കാൻ കഴിയുമായിരുന്ന പ്രശ്നം വഷളാക്കി വലുതാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, റോഡുകളെയും പാലങ്ങളെയും ക്ഷേമ പെൻഷനെ കുറിച്ചല്ല, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയും കാലം 10 വർഷം ഉണ്ടാക്കി എടുത്ത് ചെയ്ത പണിയെക്കുറിച്ച് സംസാരിക്കാൻ അതിന് സമയം കിട്ടുന്നില്ല. കാരണം ഇതിനകത്താണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗുണമൊട്ട് കിട്ടുന്നുമില്ല. അതുകൊണ്ട് ആ പാർട്ടി ഇടതുപക്ഷം എന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും ഇടതുപക്ഷത്തിൽ ആശയർപ്പിച്ചിരിക്കുന്ന മനുഷ്യർ എന്താണ് ആ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വീണ്ടും മനസ്സിലാക്കുകയും ആ പാതയിലേക്ക് തിരികെ വരികയും ചെയ്യട്ടെ എന്ന് പ്രത്യാശിക്കുന്ന ഒരു മലയാളിയാണ് ഞാൻ. അതെ, എന്തായാലും ഇടതുപക്ഷം അങ്ങനെ മനസ്സിലാക്കട്ടെ. മാറാട് ആവർത്തിക്കുന്ന AK ബാലൻ്റെ പ്രസ്താവന CPM തള്ളിക്കളഞ്ഞത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കാണേണ്ടത്.